അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഇതാ എൻ്റെ അപ്പാർട്ട്മെന്റിൽ നിന്നിട്ടുള്ള മാൾട്ടയുടെ ഒരു കുഞ്ഞു വ്യൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കാണാൻ ഒത്തിരി ഉണ്ടെങ്കിലും ഇവിടത്തേക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഇവിടുത്തെ വീടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ അപ്പാർട്ട്മെന്റുകളും വീടുകളും എല്ലാം ഈ മഞ്ഞ നിറഞ്ഞ ഒരേ കളറിലുള്ള വീട്. അതിൽ അപൂർവം ഇതുപോലത്തെ റെയർ പീസസ് ആയത് കേട്ടോ. എന്നുവെച്ചാൽ അവർക്കൊരേ കളർ യൂണിറ്റിയാണ്. അവരുടെ യൂണിറ്റി ശരിക്കും ഈ പെയിന്റിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഉണ്ട്. അവരുടെ വീടുകൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞു മതിലല്ലാതെ അവരുടെ ഒരു വീടിനും മതിലില്ല. അവരുടെ മനസ്സ് പോലെ ആയിരിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ, നമ്മുടെ നാട്ടില് ഒരു വീടിന് മതിലില്ലെങ്കിൽ എന്തോ കുറ്റം ചെയ്ത കണക്കാണ്. പണ്ട് നമ്മൾ കുഞ്ഞിലായിരുന്നപ്പോൾ അവിടെയൊന്നും മതിലില്ല, എല്ലാവർക്കും എവിടെ വേണം പോവാം. സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ കൂട്ടുകാരുടെ വീട്ടിലായിരിക്കും എല്ലാവരും. കളിയും ചിരി ബഹളമായിട്ട് അമ്മമാരോ അപ്പന്മാരോ വന്ന് അന്വേഷിച്ച് വന്ന് വീട്ടിൽ കൊണ്ടുവന്നാലേ ഉള്ളൂ. അത്ര സമയം നമ്മൾ കൂട്ടുകാരുടെ എൻജോയ് ചെയ്യും. നിങ്ങൾക്ക് അറിയില്ല ശരിക്കും നിങ്ങളുടെ കുട്ടിക്കാലം ഓർത്തൊക്കെ അതുപോലെ. ശരിക്കും ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒറ്റപ്പെട്ട വീടുകൾക്ക് മാത്രമേ മതിലുകളുള്ളൂ. ബാക്കി എല്ലാവരും മതിലില്ലാതെ സന്തോഷത്തോടെ, അതായത് ഒരു ചുവരാണ് എല്ലാവർക്കും. ഒരു ചുവരിനപ്പുറം പുതിയ ആൾക്കാര്, പരിചയമില്ലാത്ത ആൾക്കാരില്ല. എല്ലാവർക്കും എല്ലാവരും അറിയാം. ഭയങ്കര യൂണിറ്റി ആട്ടോ. ആർക്കും ആരെയും കുറ്റം പറയാനോ പഴിക്കാനോ ഒന്നും സമയമില്ല. പിന്നെ ഈ കാറുകളുണ്ടോ, എല്ലാ അപ്പാർട്ട്മെന്റിനും അല്ലെങ്കിൽ വീടുകൾക്ക് ഫ്രണ്ടിൽ ഇതുപോലൊരു സ്പെഷ്യൽ പാർക്കിംഗ് ഏരിയ വീടുകളുടെ ഫ്രണ്ടിലൊന്നുമില്ല. അതിന് പകരം അടുക്കി കൃത്യമായിട്ടുള്ള സ്പേസ് അവർ നിയന്ത്രിച്ച് എല്ലാ വണ്ടികളും ഇങ്ങനെ കൃത്യമായി പാർക്ക് ചെയ്യും. എൻ്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് നോക്കിയാൽ കാണുന്നതാണ് ഇവിടുത്തെ നല്ലൊരു സുന്ദരമായൊരു ബീച്ച്. നമുക്ക് അടുത്ത ദിവസം ബീച്ച് കാണാൻ പോവാം. ബീച്ച് സൂപ്പർ കേട്ടോ. ബീച്ചിൻ്റെ പ്രത്യേകത എന്നറിയോ? ഒരു വെണ്ണക്കല്ലിൻ്റെ പാറ പോലുള്ള മണ്ണാണ് അവിടുത്തെ. മണലല്ല, മണ്ണ്. അതെന്ന് വെച്ചാൽ കട്ട പിടിച്ചിങ്ങനെ ഉറച്ച മണ്ണാണ്. അതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാലിട്ട് അനക്കിയ പോലെ അതിനകത്തുനിന്ന് ഒരു ചെളി പോലും ഇളകത്തില്ല. അത്രയും ഹാർഡായിട്ടുള്ള ഒരു കളിമണ്ണ്. ഇതുപോലത്തെ ഇതേ നിറവാ, ഈ ചുവരിൻ്റെ നിറവാ മണ്ണിന്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വെള്ളത്തിലിറങ്ങിയൊക്കെ തന്നെ കാലിലൊക്കെ ഇങ്ങനെ പരിവരാന്ന് ചിപ്പിത്തോട് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു തരത്തിലുള്ള ചിപ്പികൾ നിറഞ്ഞിരിക്കുന്ന ടൈപ്പിലുള്ള ഒരു മണ്ണാണത്. ഈ റോഡ് കണ്ടോ നിങ്ങൾ? ശരിക്കും നല്ല രസമാണ് കേട്ടോ ഈ റോഡിൻ്റെ. ഇവിടെ നിന്നിട്ട് സീനറി എന്ന് വെച്ചാൽ ഭയങ്കര രസമാണ്. സീനറി മാത്രമല്ല, നമ്മുടെ ആ തണുത്ത കാറ്റ്, കടലിൽ നിന്ന് അടിക്കുന്ന തണുത്ത കാറ്റാണ് ഏറ്റവും രസകരം. ഈ റോഡുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തവും കുന്തവും ഇല്ലാതെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡാണ്. അപ്പോൾ നമുക്ക് എവിടെ പോകണമെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്. നമുക്ക് പൈസ എന്ന് പറഞ്ഞാൽ ഒരു കാർഡാണ്. നമ്മളവിടുത്തെ ആണെങ്കിൽ നമ്മൾ ഓരോ സ്ഥലത്ത് പോകണമെങ്കിലും പ്രത്യേകം ടിക്കറ്റ് എടുക്കണം, അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെ നമുക്കൊരു കാർഡുണ്ട്. ആ കാർഡ് വെച്ചിട്ട് നമുക്ക് എവിടെ വേണോ, എപ്പോഴും വേണോ, ഏത് ബസ്സിന് വേണോ പോവാം. ഒരു സമയത്ത് ഒരു കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് കാർഡ് അടിക്കുന്ന ഒരു പ്രശ്നമില്ല. അവർക്കൊരു സെൻസറുണ്ട്. ഡ്രൈവർമാർ മാത്രമുള്ള ബസ്സാട്ടോ, കണ്ടക്ടറില്ല. അപ്പോൾ ആ മെഷീനിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ കാർഡ് കൊണ്ടുവെക്കുക. അപ്പോൾ ബീപ്പ് സൗണ്ട് കേൾക്കും. ജസ്റ്റ് എവിടെയാണോ സീറ്റിംഗ് എന്ന് വെച്ചാൽ നമുക്ക് പുറകില്ല. പിന്നെ ഹാൻഡിക്യാപ്ഡോ ഏജ്ഡ് ആയിട്ടുള്ളയോ അങ്ങനെ പ്രഗ്നൻസി പിള്ളേരെ കൊണ്ടുവരണം, അവർക്കൊക്കെയാണ് ഫ്രണ്ട് സീറ്റുകളെല്ലാം റിസർവ്ഡ്. അപ്പോൾ നമ്മൾ അഥവാ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എണീറ്റ് മാറിക്കൊടുക്കാം. അത്തരത്തിലുള്ള സീറ്റിംഗാണ് ബസ്സിനുള്ളത്. പിന്നെ സ്പെഷ്യൽ ബസ്സുകളുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഡബിൾ ഡെക്കർ ബസ്. അതിൻ്റെ മേൽവശത്ത് ഓപ്പണിംഗ് ആയിരിക്കും. ഇതേ കണ്ട, അത് വരുന്ന ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട്. ആ ബസ്സിൻ്റെ ഫ്രണ്ടിലെ ലേബലിംഗ് ഉണ്ട്. അതിൽ ബസ്സിനൊരു നമ്പറുണ്ട്. ഈ നമ്പറാണ് നമ്മൾ ഇപ്പോൾ 233 ആണ് ഈ ബസ്, പബ്ലിക് ട്രാൻസ്പോർട്ട്. ഇതേ കളറാണ് നമ്മുടെ കാർഡിനും, ബസ് കാർഡിനും. 233 എന്ന് പറയുന്ന ഒരു നമ്പറുള്ള ബസ് എന്ന് വെച്ചാൽ അത് അതേ റൂട്ടിലേ പോകുള്ളൂ. അതായത് ഇവിടെ നിന്ന് പോകുന്ന അതേ സ്ഥലത്ത് നിന്ന് തിരിച്ചു വരും. അപ്പോൾ ഈ 233 എന്ന നമ്പറിലുള്ള ബസ് നമുക്ക് അതേ ഒരു ഫിക്സഡ് പ്ലേസ് മുതൽ അടുത്ത ഫിക്സഡ് പ്ലേസ് വരെയുണ്ട്. ഇൻ ബിറ്റ്വീനുള്ള ഏത് സ്റ്റോപ്പിൽ വേണമെങ്കിൽ നമുക്ക് ബസ്സിൽ തന്നെ ഒരു ചുവന്ന ബട്ടൺ ഉണ്ട്, സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടുള്ള. ആ ബട്ടണിൽ ഞെക്കുമ്പോൾ ഏതാണോ റീസെൻ്റ് ഏറ്റവും അടുത്ത സ്റ്റോപ്പ് അവിടെ നമുക്ക് ബസ് നിർത്തി തരും. അതാണ് ബസ്സിൻ്റെ സെറ്റപ്പ്. പിന്നെന്താ, പിന്നെ നല്ലതാട്ടോ ശരിക്കും. ഇവിടെ കൂടെയുള്ള യാത്രകളൊക്കെ വളരെ മനോഹരമാണ്. എന്ത് വൃത്തിയായിട്ട് അവരെല്ലാം, ഒരിടത്തും മാലിന്യം അങ്ങനെയൊന്നും കെട്ടിക്കിടക്കാതെ നല്ല കീപ്പ് ചെയ്ത് സൂപ്പറായിട്ടാണ് വെച്ചേക്കണം.